ഹായ് ഓൾ അസ്സാം വലൈക്കും ഹൊറർ റെസിപ്പീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസൻ്റെ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സമൂസ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം അല്ലേ. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യലായിരിക്കും. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് മൈദപ്പൊടിയാണ് തന്നെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2.5-3 ടേബിൾ സ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ പിന്നെ നല്ല ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമൂസ തന്നെയാട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇത് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ആക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അന്നേരം ഉള്ളത് മാത്രം മതിയാണെങ്കിൽ 1 കപ്പോ 1.5 കപ്പോ മതി കേട്ടോ. അപ്പോൾ ഇതാ കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് മേലിലേക്ക് തടവി കൊടുക്കണം. കാരണം നമ്മളിത് ഒരു 10-15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി 3-4 ഉള്ളി നിങ്ങളെ ഇഷ്ടത്തിന്, അതിനൊന്നൊരു കണക്ക് പറഞ്ഞിരുന്നില്ല ഞാൻ. എനിക്കറിയാമല്ലോ എത്രയാണ് വേണ്ടതെന്നുള്ളത് ഓരോരാളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത്, അതേപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തത്. ഈ സമൂസക്കൊക്കെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. മുളകെല്ലാം നല്ലൊരു എരിവെല്ലാം വേണമല്ലോ ഇതിന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അങ്ങനെ കൂടുതലായിട്ടൊന്നും വഴറ്റേണ്ടില്ല. ഒന്ന് ഉള്ളിയൊക്കെ കടിക്കുന്നത് നല്ലത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത്, ഞാൻ ഉണ്ടാക്കിയൊരു മസാല പൗഡർ ഇല്ലേ, ഇറച്ചി മസാലൻ്റെ പൗഡർ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. വേറൊരു പൊടി ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി. അപ്പോൾ എൻ്റെ ഈ പിന്നെ പൊടിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഇറച്ചിപ്പത്തിന് സമൂസക്ക് കട്ട്ലേറ്റിന് എല്ലാം ഈ ഒറ്റൊരു പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെല്ലം ചേർത്തിട്ട് ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് അതുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ബീഫിൻ്റെ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിനെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് എന്ന് പറഞ്ഞാൽ വേവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് അതിലത്തെ നിങ്ങൾ എടുത്തി കേട്ടോ. വേഗം പണി തീരണമല്ലോ, നോമ്പല്ല. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അതിൽ ഇറച്ചിക്കറി വെക്കുമ്പോൾ എന്തെല്ലാം നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഉണ്ടാക്കുന്ന ഇറച്ചിക്കറിയിൽ ആ ഒരു പൗഡർ തന്നെയാണ് ഇട്ട് കൊടുത്തിരുന്നത്. അത് വന്നതിന് ശേഷം അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ശേഷം കുറച്ച് പിന്നെ മല്ലിച്ചപ്പു, ഗരം മസാല പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. കാരണം എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള പൗഡറാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഒന്നും കൂടി പറയാം, കാണാത്തവരുണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് കാണണേ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. അധികം ഉള്ളി വഴറ്റേണ്ട, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ എല്ലാം പിന്നെ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ അധികം വഴറ്റേണ്ട കേട്ടോ. അപ്പോൾ ശേഷം നമ്മൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ മാവൊന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. പൂരിനെക്കാട്ടി കുറച്ചും കൂടി വലുപ്പത്തിലുള്ളൊരു പിന്നെ ഇതാണ് ബോളാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിത് പരത്തിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ പരത്താൻ പറ്റും കേട്ടോ. അധികം ടൈറ്റിൽ കുഴക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മളിതാ ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 എടുത്തിട്ട് 2 ആദ്യം തന്നെ നമ്മൾ ചൂടുന്നത്. ഇതിൽ 3-4 ലെയറാക്കിയിട്ട് ചൂടാട്ടോ. പക്ഷേങ്കിൽ ഞാനിവിടെ 2 ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചിരുന്നത്. കാരണം അതാണ് ഫസ്റ്റിൽ ഉണ്ടാക്കുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ കേട്ടോ. പിന്നെ നല്ല പ്രാക്ടീസ് വേണം 3-4 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ അതേ രൂപത്തിൽ എൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു. ചപ്പാത്തിൻ്റെത് 4 ഒപ്പരം വെച്ചിട്ട് 3 ഒപ്പരം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പൂരിൻ്റെ പോലെ നമ്മൾ പരത്തിയിട്ട് എടുക്കുക. 2 വെച്ചിട്ടാണല്ലോ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒന്ന് അങ്ങനെ പരത്തുക, രണ്ടാമത്തെ അതേപോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് പൂരിൻ്റെ വലുപ്പത്തിൽ മതി, അതിലപ്പുറമൊന്നും വേണ്ട. അങ്ങനെ പരത്തിയെടുക്കേണ്ടതില്ല. എന്താ വെച്ചാൽ നമുക്ക് അട്ടിക്ക് വെച്ചിട്ട് പരത്തുമ്പോൾ തന്നെ അതാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ. അപ്പോൾ ഇതാ ഓൾറെഡി ഞാൻ 2 പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നിലേക്ക് നമുക്ക് എണ്ണ തൂവി കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്തിട്ട്, അല്ലെങ്കിൽ കൈ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ഇതാ ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. നമ്മൾ ഈ ഇതിൽ മാവിൽ ഒരു സൈഡിൽ മാത്രം ഒന്ന് തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് എന്തൊക്കെ കുറച്ച് പൊടി തൂക്കി കൊടുക്കണം. അതായത് നമുക്ക് ലെയറൊന്ന് വിട്ട് കിട്ടണമല്ലോ. 2 അട്ടിക്കിട്ടിട്ടാണ് നമ്മൾ പരത്തുന്നത്. അപ്പോൾ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ പൊടി തൂക്കി കൊടുത്തതിന് ശേഷം മറ്റേ പിന്നെ ഉണ്ടല്ലോ രണ്ടാമത്തത്, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പൊടി തൂവിയിട്ട് ഒന്ന് നന്നായിട്ട് നൈസായിട്ട് എല്ലായിടത്തും നല്ല ഒരേ ഇതിൽ പരത്തിയിട്ട് എടുത്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നൈസായിട്ട് എടുക്കാൻ പാടില്ല, ഒരു വിധത്തിൽ. ഇപ്പോൾ പിന്നെ ചപ്പാത്തിനെക്കാട്ടി ഇച്ചിരിയും കൂടി നൈസാക്കിയിട്ട്
ആക്കിയിട്ട് എടുത്താൽ ഇച്ചിരി അതെന്താ വെച്ചാൽ നമ്മളിത് രണ്ടെണ്ണം ഒപ്പരം ആക്കിയിട്ട് പരത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചുട്ടിട്ട് എടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിവിടെ ഒരുവിധം പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ ഓടിലിട്ടിട്ട് ചുട്ടിട്ട് എടുക്കാറുണ്ട്. അതായത് ചുടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു പിന്നെ ഇതുവരെ വരാൻ പാടില്ല. അതായത് ഒന്ന് വാട്ടിയെടുക്കൽ, എന്നാലാണ് നമുക്ക് സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് അധികം വേവിച്ചിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനുള്ളതാണല്ലോ കേട്ടോ. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ എന്താ പറയുക, അധികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികമായിട്ട് അങ്ങ് ആയിപ്പോണ്ട, ഇത്ര മതി. ഇനി നമുക്കിതൊന്നും ഇതിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു വരുന്നത് കണ്ട ജസ്റ്റ് ഒന്ന് ആറിക്കതിന് ശേഷം ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ആക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊന്ന് പറഞ്ഞുതരാം. അതായത് നമുക്കിതൊരു സ്ക്വയർ ഷേപ്പ് ആക്കണമല്ലോ. അപ്പോൾ കത്തി കൊണ്ട് നമുക്ക് 4 ഭാഗത്തും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല സ്ക്വയർ ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ സ്ക്വയർ ആക്കിയിട്ട് എടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇറച്ചിപ്പത്തിലെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നില്ലേ, അങ്ങനെയും ചെയ്യട്ടെ. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു രൂപത്തിലുള്ള സമൂസ എന്നാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡൊക്കെ കട്ട് ചെയ്യുന്നത് പിന്നെ വെറുതെ ആയി പോകുന്നില്ല കേട്ടോ. അതിൻ്റെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചുടാനെടുത്തിരിക്കുന്ന ചട്ടോനില്ലേ, അത് നമുക്കൊരളവ് പോലെ വെച്ച് കൊടുത്തിട്ട് പെർഫെക്റ്റായിട്ട് മുറിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നാലും ഫസ്റ്റ് ആയിട്ടിൽ ഉണ്ടാക്കുന്നവർക്കുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ചട്ടോനെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ സ്കെയിൽ പോലാക്കിയിട്ട് ഒന്ന് കറക്റ്റ് ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ വരയുമ്പോൾ തന്നെ അത് മുറിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ലെയർ വിടിച്ചിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വിടിപ്പിക്കേണ്ടതില്ല. ഇങ്ങനെ മുറിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇങ്ങനെ വിടിച്ചു കൊടുത്താൽ മതി. എന്നാൽ പിന്നെ എന്താ പറയുക, പൊട്ടിപ്പോകുന്നില്ല കേട്ടോ നമ്മൾ സമൂസ. പിന്നെ ഇത് അതുപോലെ പതുക്കെ വലിക്കണം, പിന്നെ ധൃതി കൂട്ടേണ്ടിയില്ല. വേഗം തന്നെ തണിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ ഇങ്ങനെ വന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ പരത്തിയെടുക്കാണ്ട്. പിന്നെ ഈ ഷീറ്റിൻ്റെ സമൂസ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുക തന്നെ ചെയ്യണം കേട്ടോ. ശരിക്കും നല്ല അടിപൊളി സംഭവം കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ആയല്ലോ എന്നുള്ള. പിന്നെ അപ്പോൾ ഞാനധികം ഇങ്ങനെയാണ് ചെയ്യാൻ കേട്ടോ. എളുപ്പമാണ്, നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. അതായത് നോമ്പെല്ലാണെങ്കിൽ തന്നെ അതിൻ്റെ തലേന്നെല്ലാം ഉണ്ടാക്കി വെച്ചാൽ ഇത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ഒരു 30 ദിവസത്തേക്കുള്ളത് വരെ നമുക്ക് ഒരടിക്ക് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിൽ ഞാൻ പറഞ്ഞില്ല, ഈ സൈഡ് പിന്നെ കളയൊന്നും വേണ്ടിയില്ല. ഈ സൈഡ് ഇങ്ങനെ ചെറിയ ഇങ്ങനെ നൂല് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ഇതില്ലേ നമ്മളെ ത്രെഡ് ചിക്കന്, അത് പൊരിച്ചെടുക്കട്ടെ. ഇതിനെക്കൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ സമൂസ ആക്കിയെടുക്കുക. പിന്നെ സമൂസ ഷീറ്റ് ആക്കിയെടുക്കുക. ഇതേപോലെ തന്നെ അധികം പിന്നെ കുക്ക് ചെയ്യാൻ പാടില്ല, ഒന്ന് വാട്ടിയിട്ട് എടുത്താൽ മതിയേ, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതേപോലെ നമുക്ക് സ്ക്വയറായിട്ട് മുറിച്ച് കൊടുക്കുക. ശേഷം പിന്നെ ലെയർ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഒരു കവറിലിട്ടിട്ട്, അതായത് സിപ്പ് ലോക്ക് ബാഗിലോ അങ്ങനെ ഏതെങ്കിലും ഒരു കവറിലിട്ടിട്ട് പിന്നെ നല്ലോണം പൊതിഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാൻ. ഒരു മാസം വരെ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു മാസം വരെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. എന്താ ഞാനിവിടെ ഷീറ്റിൽ പിന്നെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അധികം എന്ന് വെച്ചാൽ ഈ ഷീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം തന്നെ സമൂസ പണ്ടെല്ലാം ആക്കിയിട്ട് അങ്ങനെ സമൂസ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കലുണ്ട് കേട്ടോ. കാരണം നമുക്ക് എടുത്ത് പൊരിക്കല്ലോ വേണ്ട, നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ പണികളെല്ലാം ഇങ്ങനെ കുറഞ്ഞു കിട്ടുമല്ലോ. ഇനി ഈ സമൂസ ഷീറ്റ് കൊണ്ട് സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മടക്കുന്നത് അധികം ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അറിയാം, എന്നാലും ജസ്റ്റ് ഒരു കൺഫ്യൂഷനുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ, ഈ പിന്നെ കുക്കിംഗ് പഠിക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ കാണുന്നത് പോലെ ആദ്യം തന്നെ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന രൂപം കാണുന്നുണ്ടല്ലോ, എന്നിട്ട് മൈദപ്പൊടി കലക്കിയതില്ലേ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ്, കാരണം കൈമൊന്നൊന്ന് വിട്ടു പോകണ്ട. ഇപ്പോൾ വേഗം തന്നെ പിന്നെ മൈദൻ്റെ പേസ്റ്റ് അതങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേഗം അവിടെ പിന്നെ പറ്റി നിൽക്കുമല്ലോ. എന്നിട്ട് നമ്മളിതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്താക്കുക, നന്നായിട്ട് പിന്നെ മടക്കിയിട്ടെടുക്കുക. നല്ല പിന്നെ ഇതേപോലെ തന്നെ വേഗം തന്നെ ആവും. പിന്നെ ഈ കണ്ട രൂപത്തിൽ തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ഇതിപ്പോൾ ഇന്നൊക്കെ എൻ്റെ ഷീറ്റ് ചിലപ്പോൾ നല്ല നെയ്സ് പോലെ കാണാൻ പറ്റുന്നുണ്ടാവും ഇരിക്കട്ടെ വീഡിയോയിൽ. പക്ഷേങ്കിൽ പൊരിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ക്രിസ്പി നല്ലൊരു ടേസ്റ്റ് വന്നിട്ടാ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നെയ്സിൽ ഇങ്ങനെ പരത്തുന്നത്. അധികം തടിയായി കഴിഞ്ഞാൽ എന്തോ പോലെ, കാരണം നമ്മൾ 2-3 ചുറ്റിൽ ചുറ്റുന്നുണ്ടല്ലോ ഈ സമൂസൊക്കെ. അപ്പം എന്താ പറയുക, തടി കൂടുന്നേരം ഒരു എന്താ പറയുക ക്രിസ്പിയുള്ള ഒരു പോയ പോലെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നേരിയതാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ തന്നെ പിന്നെ ആദ്യമായിട്ട് ആക്കുന്നവർക്കുള്ള ഇതാണ് ടിപ്പാന്ന് പറഞ്ഞാൽ അതിനെ
ഈ മടക്കുന്ന രൂപം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മടക്കിയിട്ട് ഇതേപോലെ എടുക്കാം. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാട്ടോ, കാരണം ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ലല്ലേ, പിന്നെ എന്താ പറയുന്നൊക്കെ മനസ്സിലാകാൻ, അതുകൊണ്ടാണ് ലെങ്ത്ത് കൂടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ക്ഷമിക്കാട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ എൻ്റെ സമൂസ എല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുക വേണ്ടു. ബാക്കിയൊക്കെ ഞാൻ ഫ്രീസറിലേക്ക് വെച്ച്, അപ്പോൾ പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഈ സമൂസ ഓരോന്നായിട്ട് പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. പറ്റിപ്പോകുന്നില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയുള്ള സൂപ്പർ സമൂസ നമുക്ക് പൊരിച്ച് കിട്ടും. അപ്പോൾ ഏകദേശം ഞാനിവിടെ പിന്നെ ഒരു 5-6 ഇട്ടിട്ട് പൊരിച്ച്, പിന്നെ ബാക്കിയും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കുക. നല്ല സൂപ്പർ സാധനം, നല്ലൊരു ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെ തന്നെ പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.